ഹലോ ഹലോ ആ ഞാൻ പറഞ്ഞോ ബെല്ലാരിയിലല്ല, ഞാനാ എലി. പറഞ്ഞോ മനസ്സിലായി. സൗണ്ട് കേട്ടപ്പോ മനസ്സിലായി. എപ്പോഴോ കേട്ടൊരു ഓർമ്മ. സുഖമാണോ? സുഖത്തിന് കുറവൊന്നുമില്ല ഇപ്പൊ. ആഹാരമൊക്കെ കഴിച്ചോ? കഴിച്ചു. ഇപ്പൊ ഒരു ബിരിയാണി കഴിച്ചു, ഒരു വെള്ളം കുടിച്ചതേ ഉള്ളൂ. ഒരു വാനില ഷേക്ക്, ഒരു ബിരിയാണി. അസുഖമൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്ങനെ വയസ്സായിട്ടില്ല, കൊളസ്ട്രോൾ ഒന്നും ഇല്ല. ഞാൻ നോർമലായിട്ടാണ് പോണത്. ഇപ്പൊ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരിടത്ത് തന്നെ ഇങ്ങനെ ഇരുന്ന് നമ്മളിങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടിരിക്കുവല്ലോ. അപ്പൊ വർക്കൗട്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അയ്യോ, അതെന്താ ഒരു നിലവിളി കേട്ട്? ഹലോ ഹലോ, പാട്ട് പാടിയതാ. അയ്യോ വയ്യേ നടക്കാൻ വയ്യേ. ഞാൻ ഇറങ്ങി നടക്കും. എനിക്ക് മൂലക്കുരു ഒന്നും ഇല്ല. കൊളസ്ട്രോൾ ഇല്ല. ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെയാണ്. മനസ്സിലായ? അങ്ങനെയാണല്ലോ, ഒരു മൂലക്കുരു വന്നാൽ തീരാവുന്നതല്ലേ ഉള്ളു ഒരു സ്നേഹബന്ധം. എല്ലാവർക്കും എല്ലാവർക്കും മൂലമുണ്ട്, അതെനിക്കറിയാം. എല്ലാവർക്കും മൂലമുണ്ട്, തലയുണ്ട്, ബുദ്ധിയുണ്ട്, അങ്ങനെ പലതും ഉണ്ട്. നിനക്ക് മാത്രമാണ് ഇതൊന്നും ഇല്ലാതെ പോയത്. മനസ്സിലായ? ഇത് തീട്ട കേസ് പറയില്ല പ്ലീസ്. എനിക്കത് കേൾക്കുമ്പോ തന്നെ അറപ്പ് വരണം എനിക്ക്. മൂലത്തിനെ പറ്റിയാണല്ലോ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കുന്നത്. വേറെ എന്തൊക്കെ റൊമാൻറ്റിക് ആയിട്ട് സംസാരിക്കാനുണ്ട്? നിന്റെ ഇത് കാരണമാണ് നിന്നെ ഞാൻ വിളിക്കുക പോലും ചെയ്യാത്തത്. അത് തന്നെ, അതറിഞ്ഞ നിനക്ക് മൂലക്കുരു വന്നതിന്റെ അന്ന് തൊട്ട് ഇവിടെ സിറ്റിയിൽ അങ്ങനെയാണ്. ദേ മൂലക്കുരു വന്നു എന്റെ ബോയ് ഫ്രണ്ട്, ദേ മൂലക്കുരു വന്നവളുടെ ബോയ് ഫ്രണ്ട്. അങ്ങനെയായിരുന്നു കുറച്ച് നാള്. എന്നെ മൂലക്കുരുവിന്ന് വിളിച്ചിട്ടുണ്ട് ഇവിടെ പലരെണ്ണോ. ഞാൻ ആ സമയത്ത് നീ സിറ്റി വരലേന്ന് പറഞ്ഞിട്ടുണ്ട് കുറെ നാള്. അല്ലാതെ പെണ്ണുപിടിയന്റെ ഗേൾഫ്രണ്ട് വിളി കേൾക്കേണ്ടി വന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ നാട്ടുകാരോടൊക്കെ പറയും പെണ്ണ് പിടിച്ചിട്ടില്ല എന്ന്. എനിക്കൊരു മൂലക്കൊരു പ്രശ്നം. നാട്ടിൽ മൊത്തം നടന്ന് പെണ്ണ് പിടിച്ചതിന് കുഴപ്പമില്ല. ഇതൊക്കെ കേൾക്കണം മനുഷ്യന്മാര്. ഞാനേ നാട്ടിൽ നടന്ന് പെണ്ണ് പിടിച്ചിട്ടില്ല. എനിക്കതിന്റെ ആവശ്യം വന്നിട്ടില്ല. മനസ്സിലായോ? ആണോ? അപ്പൊ ഞാൻ വിശ്വസിച്ചില്ല. ഇത്രയും സത്യസന്ധമായി നിങ്ങളെ മാത്രം സ്നേഹിക്കുന്ന ഒരു ഗേൾഫ്രണ്ടിനെ നിങ്ങൾക്ക് എവിടെ കിട്ടുമോ? എവിടെയെങ്കിലും ഒരു സമയത്ത് താജ്മഹൽ വരെ പണിത് തന്നതാണ് ഞാൻ. ഓർക്കണം, അത് ഓർമ്മയിലുണ്ടാവണം. ഒരു സമയത്ത് താജ്മഹൽ വരെ നിനക്ക് വേണ്ടി പണിതാണ്. അതും ആഘോഷത്ത്. മറ്റേ ഫൗണ്ടേഷൻ പോലും ഇല്ലാതെ, പില്ലർ ഇല്ലായിരുന്നു. അത് എയറിൽ നിർത്താൻ എത്ര രൂപ മുടക്കിയെന്നറിയോ ഞാൻ? അന്ന് ഞാൻ കയറിയതാ, പിന്നെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നീ ആയിട്ട് എന്ത് കമ്മിറ്റഡ് ആയോ അന്ന് ഏറെ കയറിയതാണ് ഞാനും. അത് കഴിഞ്ഞ് ഇറങ്ങിയത് എപ്പോഴാന്ന് വെച്ചാൽ നീ ആരുടെയോ അടിയന്തരത്തിന് 3 മാസം പോയതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ തിരിച്ചു വന്നപ്പോ അതും പോയി. ഞാൻ തിരിച്ചു വന്നതാണല്ലേ പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് സുഖമായിട്ടിരിക്കുന്നോ, ആഹാരമൊക്കെ കഴിച്ചോ, എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് മാത്രമാണ് ഞാൻ തിരുമ്പി വന്നത്. അതറിയോ? തിരുമ്പി വന്നിട്ട് 2 ആഴ്ച ആയല്ലോ. എന്നിട്ട് ആദ്യത്തെ കോളാണല്ലോ. ഞാൻ എല്ലാ ദിവസവും ഒരു കാര്യം ബാബുവിനോട് സരക്കണ്ടിട്ടും ചോദിച്ചു നോക്ക്. ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് അവരടുത്ത് പോയി ചോദിക്കും, എന്നെ കാണുവാണെങ്കിൽ ഞാൻ തിരക്കിന്ന് പറയണേ, എന്റെ സ്നേഹം ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണേന്ന്. കണ്ട, അങ്ങനത്തെ അവസ്ഥയായി. എനിക്ക് കാണാൻ പോലും ഞാൻ എല്ലാ ദിവസവും ഫോണുണ്ട്. 3 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാം ഉണ്ട്. അതിലൊക്കെ മെസ്സേജ് അയക്കാലോ. ഞാൻ ആ ഇൻസ്റ്റാഗ്രാം ഒന്ന് കയറി കണ്ടു കേട്ടോ. ഞാൻ അതിനകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും DM അയച്ചിട്ടുണ്ട്. അവളുടെ ഒക്കെ പൂക്കി അവളുടെ പൂക്കിയ ഞാൻ എല്ലാത്തിനും മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാത്തിനും ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞു. ഇങ്ങനത്തെ ഒരു ടോക്സിക് റിലേഷൻഷിപ്പിൽ നിൽക്കാൻ താല്പര്യമില്ല. ഇത് സ്നേഹമല്ല, ഇത് ടോക്സിസിറ്റിയാണ്. ഒരു പെണ്ണിനോട് മിണ്ടാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല. ഒരു പെങ്കൊച്ചെന്റെ കമന്റ് ഇട്ട അപ്പോഴേ ഞാൻ മറ്റേ അവിഹിതം. ഇത് ടോക്സിസിറ്റിയാണ്. ഞാനൊരു കാര്യം പറയട്ടെ. 4 വർഷം അല്ല 2.5 വർഷം പർദ്ദ ഇട്ടോണ്ടാ ഞാൻ ഈ സിറ്റി നടന്നത്. അതിനെ എന്താ വിളിക്കുക? നീ മറ്റേ പന്നിപ്പുണ്ടയുടെ ഒക്കെ പോയിട്ട് കൂടെ പോയിട്ട് അവനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് പോലും ഞാൻ നിന്നോട് ഒരു അക്ഷരം മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഒരക്ഷരം പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ട്?
ഇടയ്ക്കിടയ്ക്ക് അത് പറയാറുണ്ട് പന്നിയുടെ കേസ്. അവനെയൊക്കെ ഞാൻ എന്നെ തട്ടി വിട്ടതാ ഓ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എന്നെ പന്നി 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 എന്ന് വിളിക്കാറുണ്ട്. അതൊക്കെ ഞാൻ കേട്ട്. അവന്റെ ഒന്നും കിട്ടത്തില്ലെന്ന് നിനക്ക് കാര്യം മനസ്സിലായി. അവന്റെ ഒന്നും കിട്ടത്തില്ല. അപ്പൊ പന്നിപ്പുണ്ട് കഴിഞ്ഞിട്ട് അല്ല പന്നിപ്പുണ്ട് കഴിഞ്ഞപ്പോ ഞാനായി അടുത്തത് നിനക്ക്. ഞാനൊരു കാര്യം പറയട്ടെ എലി, നിനക്ക് വേണ്ടി താജ്മഹൽ പണിത്, അതും എത്ര കോടിക്ക്. താജ്മഹൽ പണിയാൻ ഞാൻ എത്ര ദിവസം ഇരുന്നറിയോ? കണക്ക് പറയുന്നതൊക്കെ എന്ത് വാസം ഞാൻ കാണിച്ചിട്ട് നിങ്ങളൊന്നും താജ്മഹലല്ലേ പണിഞ്ഞത്? കുത്തപ്പിനാറൊന്നും അല്ലല്ലോ. നീ എന്തിനു പണിത് എനിക്ക് വേണ്ടി? നീ ഒരു ബസ് സ്റ്റാൻഡെങ്കിലും പണിതിട്ടുണ്ടോ എന്റെ പേരില്? എന്റെ പേര് ഒരു ബസ് സ്റ്റാൻഡെങ്കിലും പണിതിട്ടുണ്ടോ? ഞാനൊരു ബസ് സ്റ്റാൻഡ് പണിയാം, എന്നിട്ട് നിങ്ങളുടെ നമ്പരും അവിടെ എഴുതി വെക്കാം. നീ ബസ് സ്റ്റാൻഡ് പണി. നീ ബസ് സ്റ്റാൻഡ് പണിതിട്ട് എന്നോട് സംസാരിച്ചാൽ മതി. നീ എന്നോട് ബസ് സ്റ്റാൻഡ് പണിതിട്ട് സംസാരിച്ചാൽ. ബസ് സ്റ്റാൻഡ് പണി പണിതിട്ട് വിളി.